ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ലെക്ചേഴ്സ് ബൈ ഡോക്ടർ എസ് ജി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ദ നെയിം ഓഫ് ദ മൊഡ്യൂൾ ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമ്മളെ മഴക്കാലത്തൊക്കെ യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ് ലൈറ്റ്നിങ്. അപ്പോൾ ഈ ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടേലും മാറി നിൽക്കുമെന്നല്ലാതെ നമ്മൾ അതിൻ്റെ റീസണെ പറ്റി തിങ്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഡ്രൈ വെതേഴ്സിൻ്റെ സമയത്തും നമ്മൾ പോളിസ്റ്റർ തുണികളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊരു സ്പാർക്ക് പോലെ നമ്മൾ കാണാറുണ്ട്. ചില സമയം ഒരു ക്രാക്കൽ സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. സോ ഇതിനെല്ലാം പുറകിൽ ഒരു ഫിസിക്സ് ഉണ്ട്. ദർ ഈസ് എ സയൻസ് ബിഹൈൻഡ് ദിസ്. അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 BC തെയിൽസ് ഓഫ് മെൽറ്റസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫൗണ്ടർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം വൂളൻ ക്ലോത്തിൽ റബ്ബ് ചെയ്ത് വെച്ച ആംബർ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ വൂളൻ ക്ലോത്തിൽ റബ്ബ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ ആംബർ മെറ്റീരിയലിനടുക്കെ കുറച്ച് പേപ്പർ ലീവ്സും കുറച്ച് ഡ്രൈ ലീവ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഈ പേപ്പർ ലീവ്സ് ഈ ആംബർ കയറി അട്രാക്റ്റഡ് ആയി. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു റീസൺ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ദർ ഈസ് സം കൈൻഡ് ഓഫ് ഫിനോമിന ഇസ് ദെയർ എന്ന് ഹി അണ്ടർസ്റ്റുഡ്. ആൻഡ് എഗൈൻ കുറേ വർഷങ്ങൾക്ക് ശേഷം 1600 AD വില്യം ഗിൽബർട്ട് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, അദ്ദേഹം ഫിസിസ്റ്റ് അല്ലായിരുന്നു, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ഈ ആംബർ പോലെയുള്ള കുറേ മെറ്റീരിയൽസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ മെറ്റീരിയൽസിന് ഒരു പേരിട്ടു. Materials which showing the properties like amber gives a name electrica. ഇലക്ട്രിക്ക എന്നൊരു വാക്ക് അദ്ദേഹം കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ, ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ, കെ തന്നെയാണ് വരുന്നത്. ഇലക്ട്രോൺ എന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇലക്ട്രിക്ക എന്നുള്ള വാക്ക് അദ്ദേഹം അതായത് പേര് കൊടുത്തത്. സോ ഈ ഇലക്ട്രോൺ എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ആംബർ എന്നാണ്. സോ നമ്മൾ ഇന്നത്തെ കാലത്ത് ഡീൽ ചെയ്യുന്ന സകലമാന ഇലക്ട്രോൺ, ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു വാക്കിൽ നിന്നാണ്. ദിസ് നെയിം ഇലക്ട്രിക്. ഇനി ഈ ചാർജസ് നമ്മൾ ഇപ്പോൾ ഇതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽഡ് സ്റ്റഡി സയൻറ്റിസ്റ്റുമാർ നടത്തി. അപ്പം അങ്ങനെ നടത്തിയപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഗ്ലാസ് റോഡ് എടുത്ത്, ഇതൊരു ഗ്ലാസ് റോഡാണ് കേട്ടോ, ഈ ഗ്ലാസ് റോഡ് സിൽക്കിൽ റബ്ബ് ചെയ്തു. അപ്പൊ 2 ഗ്ലാസ് റോഡ് സിൽക്കിൽ റബ്ബ് ചെയ്തിട്ട് അടുത്ത് കൊണ്ട് നോക്കിയപ്പോൾ ദേ ഒബ്സർവ് ദാറ്റ് ബോത്ത് ഓഫ് ദിസ് ഗ്ലാസ് റോഡ് ഗെറ്റ്സ് റിപ്പൽഡ് എവേ. ഇത് രണ്ടും റിപ്പൽഡ് ആയി. അതേപോലെ 2 പ്ലാസ്റ്റിക് റോഡ് അത് ക്യാറ്റ്സ് ഫെറിൽ റബ്ബ് ചെയ്തിട്ട്, പൂച്ചയുടെ പുറത്ത് റബ്ബ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇതേപോലെ 2 പ്ലാസ്റ്റിക് റോഡുകൾ അടുത്ത് വെച്ചപ്പം അത് തമ്മിലും റിപ്പൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, എന്നാൽ ഇനി സിൽക്ക് റോഡ് റബ്ബ് ചെയ്ത ഗ്ലാസും ക്യാറ്റ്സ് ഫെർ റബ്ബ് ചെയ്ത പ്ലാസ്റ്റിക് റോഡും അടുത്തടുത്ത് വെച്ചപ്പോൾ അവർ തമ്മിൽ എന്ത് സംഭവിച്ചു, അട്രാക്ട് ചെയ്തു. അപ്പം സയന്റിസ്റ്റുമാർക്ക് ഒരു കാര്യം മനസ്സിലായി, there is some kind of unknown forces, sometimes it is repulsive, sometimes it is അട്രാക്റ്റീവ്. 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് ഈ ഫോഴ്സ് എങ്ങനെ വന്നു, ഈ ഫോഴ്സ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് പൊളാരിറ്റി ഓഫ് ചാർജസ് വിത്തിൻ ദ സബ്സ്റ്റൻസസ്. ഡിഫറെന്റ് 2 പൊളാരിറ്റി ഉള്ള ചാർജസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ ചാർജസിന് അവർ പേര് വിട്ടു പോസിറ്റീവ്. 1 ഈസ് പോസിറ്റീവ് ആൻഡ് അതർ ഇസ് നെഗറ്റീവ്. നമ്മൾ എന്ത് പുതിയ കാര്യം കണ്ടാലും നമ്മളൊരു പേരിടുമല്ലോ. നമ്മളൊരു കുട്ടി പുതിയതായിട്ട് ജനിച്ചാലും ആ കുട്ടിക്ക് ഒരു പേരിടും. അതുപോലെ തന്നെ ഇവർ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചപ്പോൾ അതിന് അവർ 2 പേരിട്ടു, പോസിറ്റീവും നെഗറ്റീവും. ഈ നെയിംസ് കോയിൻസൈഡ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹം ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്കറിയാം 2 പോസിറ്റീവ് ചാർജസ് നമ്മൾ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ആ ചാർജസ് എന്ത് സംഭവിക്കും, റിപ്പൽ ചെയ്യും.
രണ്ട് നെഗറ്റീവ് ചാർജസ് നമ്മൾ അടുത്ത് കൊണ്ടുവന്നാലും ആ ചാർജസ് എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജുമാണ് നമ്മൾ അടുത്ത് കൊണ്ട് വെക്കുന്നതെങ്കിൽ ആ ചാർജസ് എന്ത് സംഭവിക്കും? ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, സോ നമുക്കറിയാം ആറ്റം ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്താണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കൂ, ഒരു ആറ്റത്തിനകത്ത് എന്താ ഉള്ളത്? ഇതിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകും. അതേപോലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ പുറത്ത് ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്ത് നടക്കും. അപ്പൊ സാധാരണയായി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ വരച്ച ഈ ഫിഗറിനകത്ത് 8 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയസിനകത്തെ പ്രോട്ടോണിന്റെ എണ്ണവും 8 ആയിരിക്കും. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല എന്നുള്ളത്. സോ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വരുമ്പം ഇൻ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ആറ്റം ആസ് സച്ച് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പൊ ഇങ്ങനെയുള്ള ആറ്റത്തിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ നമുക്ക് 3 രീതിക്ക് നമുക്ക് ചാർജ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് ഈസ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, സെക്കൻഡ് മെത്തേഡ് ഈസ് ചാർജിങ് ബൈ കോണ്ടാക്ട്, ആൻഡ് തേർഡ് മെത്തേഡ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. സോ ആ 3 മെത്തേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ കാലത്ത് വൂളിൽ റബ്ബ് ചെയ്തിട്ട് ആംബർ വെച്ച പോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ സിൽക്ക് റോഡിൽ റബ്ബ് ചെയ്ത സിൽക്ക് മെറ്റീരിയൽ റബ്ബ് ചെയ്ത ഗ്ലാസ് റോഡാണ്. അപ്പൊ സിൽക്ക് മെറ്റീരിയൽ റബ്ബ് ചെയ്ത ഗ്ലാസ് റോഡിന് ശരിക്കും എന്താ സംഭവിച്ചതെന്നറിയോ? ഈ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാണല്ലോ. അപ്പോ ചില മെറ്റീരിയൽസിന്, ചില ആറ്റത്തിന് അതിന്റെ പുറത്തുള്ള ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദേ ഈസിലി ഗീവ് ദെയർ ഇലക്ട്രോൺസ് എവേ ഔട്ട്. സോ അങ്ങനെയുള്ള ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അവരെന്തായി? പോസിറ്റീവ് ചാർജ് ആവും. നിങ്ങൾ ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, ചില ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചു എനിക്ക് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വിട്ടുകൊടുക്കും, കൊണ്ടൊക്കെന്ന് പറയും. സോ അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര പോസിറ്റീവാണ്, അവർ വിട്ടുകൊടുക്കുക ചെയ്യുക, അതേ പോസിറ്റീവ്. എന്നാൽ ചില ആൾക്കാർക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ല, അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും, തായോ എനിക്ക് തായോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ അവരെല്ലാം എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ സിൽക്കും ഗ്ലാസും വെച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് സിൽക്കിന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്, ഗ്ലാസ് റോഡിന് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആണുള്ളത്. സോ ഗ്ലാസ് റോഡ് എന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോണെ കൊണ്ട് വിട്ടുകൊടുത്ത് ഇറ്റ് വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ്, സിൽക്ക് വിൽ കം നെഗറ്റീവ്. അതേസമയം നമ്മുടെ കാറ്റ് സ്പറിൽ റബ്ബ് ചെയ്യുന്ന പ്ലാസ്റ്റിക് റോഡ് ആണെങ്കിൽ പ്ലാസ്റ്റിക് റോഡ് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള ടെൻഡൻസിയാണ്. സോ ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ് ആയിട്ട്, നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് റോഡും ഒരു പ്ലാസ്റ്റിക് റോഡും അടുത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആണ്, അവരെന്ത് സംഭവിക്കും? അട്രാക്ട് ചെയ്യും. സോ ഈ ഒരു ടെൻഡൻസി, ഇറ്റ് ഇസ് എ ടെൻഡൻസി ഓഫ് ദ ആറ്റം ടു ഗീവ് അവേ ദെയർ ഇലക്ട്രോൺ, ആ ഒരു ടെൻഡൻസി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്കൊരു പുതിയൊരു പേര് കൊടുക്കാം, വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. അതായത് ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. Work function is energy required to remove an electron from an atom. അപ്പൊ നമ്മുടെ ഗ്ലാസ് റോഡ് മാത്രം എടുക്കുക. ഗ്ലാസ് റോഡിന് എന്താ? അതിന് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് എന്ത് സംഭവിക്കുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് നോക്കുന്നത്. അതായത് അതിന് കുറച്ച് എനർജി മതി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ട്. സോ ദ വർക്ക് ഫംഗ്ഷൻ ഈസ് ലെസ് ഫോർ ഗ്ലാസ്, മോർ ഫോർ സിൽക്ക്. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്ലാസ്സിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങ് പോകും, സിൽക്കിൽ ഇലക്ട്രോൺ കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. Work function, the energy required to remove an electron from an atom is called work function. അപ്പൊ ഇവിടെ നമ്മൾ ഏത് പ്രോസസ്സ് വെച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് നമ്മൾ ചാർജ് ചെയ്തത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബൈ ഫ്രിക്ഷൻ. അപ്പം ചാർജ്, നമ്മളൊരു ബോഡിനെ ചാർജ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ബോഡീസിനെ നമുക്ക് ഇലക്ട്രിക്കലി ചാർജ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രിഫൈഡ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ദ ഒബ്ജക്റ്റ് വിതൗട്ട് ഹാവ് എനി ചാർജ് അറ്റ് ഓൾ, ദേ ആർ സെഡ് ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ചാർജിങ് ബൈ കോണ്ടാക്ട്. ചാർജിങ് ബൈ കോണ്ടാക്റ്റിൽ ഞാൻ ഇവിടെ ഒരു മെറ്റൽ സ്പിയർ കൺസിഡർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ആദ്യം ഈ സാധനമൊന്നും ഇല്ല കേട്ടോ, മെറ്റൽ സ്പിയർ മാത്രമേ ഉള്ളൂ. മെറ്റൽ സ്പിയർ കൺസിഡർ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, സ്പിയർ ആണ്. ആ സ്പിയർ ഞാൻ ഇങ്ങനെ ഒരു ഇൻസുലേറ്റർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് ചാർജ് ഒന്നും പോകത്തില്ല. അപ്പൊ ഇത് അകത്ത് പോസിറ്റീവ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ, ആദ്യമൊന്നും പോസിറ്റീവ് ചാർജ് ഇല്ല. ഇതൊരു മെറ്റൽ സ്പിയർ ആണ്. അപ്പോൾ ഇതിനടുക്കെ ഞാൻ ഒരു സിൽക്കിൽ റബ്ബ് ചെയ്ത ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചു.
വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കോണ്ടാക്ട് വന്നപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ് റോഡിനെ അങ്ങ് മാറ്റുവാണെങ്കിൽ നമ്മുടെ ഈ സ്പിയർ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ സാധനത്തിന് ഇവിടെ. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് ഇതിലിങ്ങനെ നിൽക്കും. സോ വി ഇൻഡ്യൂസ് ചാർജസ് ഇൻ ദിസ് മെറ്റസ്ഫിയർ ബൈ കോണ്ടാക്ട്. മനസ്സിലായോ? ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്ട് with the method known as contact. And next is charging by induction. ചാർജിങ് ബൈ ഇൻഡക്ഷന് ഉള്ള അടുത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതേപോലെ ഒരു മെറ്റൽ സ്പിയർ ആണ്, അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മെറ്റൽ സ്പിയറിലേക്ക് ഞാനൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ടെന്ന് വെച്ചു. നമ്മുടെ കാറ്റ്ഫറുമായിട്ട് റബ്ബ് ചെയ്ത റോഡ് കൊണ്ടെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇതിലെ ഇവിടെ നെഗറ്റീവ് അല്ലേ വന്നത്, സോ ഈ പോസിറ്റീവ് എല്ലാം ഈ സൈഡിലോട്ട് വരും, നെഗറ്റീവ് എല്ലാം ഈ സൈഡിലോട്ട് ഒരു ചെറിയൊരു സെപ്പറേഷൻ വരും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു മെറ്റൽ റോഡ് എടുത്ത് എർത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പം ഇൻഎഫക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഞാൻ ഈ റോഡും അങ്ങ് മാറ്റി നമ്മുടെ മെറ്റൽ സ്പിയർ എന്തായി കിട്ടി? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ സ്പിയർ ആയിട്ട് കിട്ടി. ദിസ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 രീതിക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്തെടുക്കാം. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കോണ്ടാക്ട് ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി the branch of physics which deal with the study of charges at rest is called electrostatics. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മുടെ +1 +2 ഫിസിക്സിന്റെ 2 മൊഡ്യൂളും ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് 2 മൊഡ്യൂൾ മൊത്തം ഇതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ആൻഡ് ഇനി ഇതിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രേ പെയിന്റിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഇത് തന്നെയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഈ ഒരു ഫിനോമിനാസ് ആണ് അതിനകത്തുള്ളത്. അതുപോലെ സിറോക്സ് മെഷീനിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഉള്ളത്. ഇനി നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ചാർജ് ചെയ്തു. ഇനി ആ ചാർജ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനകത്ത് എന്തോരം ചാർജസ് അക്യുമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജാറ്. ഈ ജാറിനകത്ത് നമ്മളൊരു മെറ്റൽ റോഡ് വെക്കും. സോ ഇവിടെ ബുഷ് വെച്ചിട്ടാണ് ഈ മെറ്റൽ റോഡിനെ ഇവിടെ ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനറ്റത്ത് 2 ഗോൾഡ് ലീഫ് ഉണ്ട്, വളരെ തിന്നാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് നമ്മുടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ടുവന്ന് കോണ്ടാക്ട് വരികയാണെങ്കിൽ ഈ ചാർജസ് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഈ ലീവ്സിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇതിന് കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തപ്പോൾ ഇതിൻ്റെ ലീഫ് വളരെ അടുത്തിരുന്നെങ്കിൽ നമ്മളൊരു ചാർജ് വന്ന് ഇതിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം ഈ ലീഫ് ഇങ്ങനെ ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് മെഷർ ചെയ്തിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനകത്തെ ചാർജസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ദ ഡിവൈസ് ഈസ് നോൺ ആസ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് എന്ന് പറയാൻ കാര്യം ഇത് രണ്ടും വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ലീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മെറ്റീരിയൽസ് നമ്മൾ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസ് ഇത് കടത്തി വിടുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കിതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽസ് can be classified into 2: conductors and other is insulators. ഈ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന സാധനം തന്നെയാണ് അല്ലേ. നമ്മുടെ ദേഹം, നമ്മുടെ ബോഡി കണ്ടക്റ്റിംഗ് ആണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടാവില്ലേ, കാരണം അത് കറണ്ട് ഈസിലി പാസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ കറണ്ട് അത്ര ഈസി ആയിട്ട് പാസ് ചെയ്ത് വിടില്ല. സോ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് മെറ്റൽ ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടും. ഹ്യൂമൻ ബോഡി ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഇൻസുലേറ്ററിന് എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റിക്, ദെൻ വുഡ്. Then another interesting example is diamond. ഡയമണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യത്തില്ല കേട്ടോ, നമുക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ.
ഓക്കെ. ഇപ്പൊ ഈ കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റേഴ്സിന്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്നിങ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ലൈറ്റ്നിങ് എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? അവിടെ ക്ലൗഡ്സ്, വിൻഡ് മൂലം ക്ലൗഡ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അത് തമ്മിൽ കൂട്ടിമുട്ടും. ഫ്രിക്ഷൻ മൂലം അവിടെ ചാർജസ് ഇൻഡ്യൂസ് ചെയ്യും. ആ വരുന്ന ചാർജസ് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിൽഡിങ്ങിന് ഡാമേജ് ഉണ്ടാക്കും. സോ ഇവിടെ നമ്മളൊരു മെറ്റൽ സ്ട്രിപ്പ് വെച്ചിട്ട് ആ മെറ്റൽ സ്ട്രിപ്പിനെ ഒരു ഡയറക്റ്റ്ലി എർത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സഡൻ ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, ചാർജ് ഡിസ്ചാർജ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഈ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടി പാസ് ചെയ്ത് എർത്തിലേക്ക് പോകും. സോ ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി ഡാമേജ് ടു അവർ ബിൽഡിംഗ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എർത്തിങ്. എർത്തിങ് എന്ന് പറയും. ഈ എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വീടൊക്കെ വെക്കുന്ന സമയത്ത്. പിന്നെ നമുക്കറിയാവുന്ന സാധനമാണ്, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ടിന്റെ കണക്ഷനിൽ ഒരു ന്യൂട്രലും ഒരു ഫേസും ഒരു ന്യൂട്രലും കാണും. അത് KSEB വരുന്നതാണ്. പക്ഷെ അല്ലാതെ നമ്മുടെ TV, ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളെ കണക്ട് ചെയ്യുമ്പം അവിടെ വേറൊരു പിന്നൂടെ കാണും, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും അതിന്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് പിന്നാണത്. അതായത് എന്തെങ്കിലും ലീക്കേജ് ഓഫ് കറണ്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോണ്ടാക്ട് വരുന്നത് ഈ ഒരു പിന്നുമായിട്ട്. അപ്പം ആ എക്സ്ട്രാ എന്തെങ്കിലും സപ്ലൈ എന്തെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ അത് ഈ എർത്തുമായിട്ട് കോണ്ടാക്ട് വന്ന് നമ്മുടെ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിനോ യാതൊരു ഡാമേജും ഉണ്ടാക്കത്തില്ല. സോ ദിസ് ഇസ് എ പ്രോസസ് ഓഫ് എർത്തിങ്. അപ്പൊ നമ്മള് ഇതില് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഓൾ ദീസ് തിങ്സ് by friction, by contact and by induction. And there are two types of charges, positive and നെഗറ്റീവ്. ഇതാരൊക്കെയാണ് ഈ പേര് കോയിൻസൈഡ് ചെയ്തത്? പിന്നെ അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും. അതിൽ കണ്ടക്ടേഴ്സിനെ നമുക്കൊരു ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നതാണ് എർത്തിങ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, താങ്ക് യു.